ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഏറ്റവും രസകരവും വിജ്ഞാനപ്രദവുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ ഇന്നത്തെ പ്രഭാഷണ വിഷയം എൻഡോസിംബയോസിസ്, എ ടെയിൽ ഓഫ് ടു വേൾഡ്സ് കണക്ടിംഗ് ലൈഫ്സ്, ഹിസ്റ്ററി ആൻഡ് ഫ്യൂച്ചർ. ഇന്നത്തെ പ്രഭാഷണത്തിന് നമ്മോടൊപ്പം ഉള്ളത് നൈതിക രാജ് മാമാണ്. അദ്ദേഹം സുവോളജി ഡിപ്പാർട്ട്മെന്റിലെ സീനിയർ റിസർച്ച് ഫെലോ ആണ്, ഗവൺമെന്റ് കോളേജ് മാടപ്പള്ളി, കാലിക്കറ്റ് സർവകലാശാല. മാഡത്തിനെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന പ്രധാന വിഷയങ്ങൾ എൻഡോസിംബയോട്ടിക് തിയറിയുടെ വിവരണം, ചരിത്ര പശ്ചാത്തലം, ലിൻ മാഗുലിസ് എന്ന ശാസ്ത്രജ്ഞയുടെ പ്രധാന സംഭാവനകൾ, എൻഡോസിംബയോസിസിന്റെ പരിണാമകരമായ പ്രാധാന്യം, യുക്കാരിയോട്ടിക് സെല്ലുകളുടെ ഉത്ഭവം, എൻഡോസിംബയോൺസും ഹോസ്റ്റുകളും തമ്മിലുള്ള ജീനുകളുടെ ഹൊറിസോണ്ടൽ ട്രാൻസ്ഫർ, ആധുനികാല എൻഡോസിംബയോസിസ് ഉദാഹരണങ്ങൾ, ബയോടെക്നോളജി, മെഡിസിൻ മേഖലകളിലെ പ്രായോഗിക സാധ്യതകൾ. പ്രഭാഷണം കഴിഞ്ഞാൽ ചോദ്യോത്തര ഘട്ടത്തിൽ ചോദ്യങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ്. കൂടാതെ മറക്കാതെ JCBO സയൻസ് ഫോറത്തിന്റെ പ്രവർത്തനങ്ങളെ പിന്തുടരാനും വാട്സപ്പ് ഗ്രൂപ്പിൽ, ഇൻസ്റ്റാഗ്രാം പേജിൽ, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ നമ്മോടൊപ്പം തുടരാൻ സാധിക്കുന്നതുമാണ്. അധികം സമയം കളയാതെ ഇന്നത്തെ പ്രധാന ടോക്കിലേക്ക് നീങ്ങാം. നൈതിക മാം, ആരംഭിക്കാം. താങ്ക് യു ഹെലൻ. ഗുഡ് ഈവനിങ് ഓൾ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എൻഡോസിംബയോസിസ് ആണ്. നമുക്കറിയാം, രണ്ട് ടൈപ്പ് ഓഫ് സെൽസ് ആണ് ലിവിങ് വേൾഡിൽ ഉള്ളത്. അതായത് പ്രോമിനന്റ് ആയിട്ട് ഒരു സെല്ലുലാർ സ്ട്രക്ചർ ആയിട്ടുള്ളത്, അത് ഒന്ന് പ്രൊകാരിയോട്ടും ഒന്ന് യൂക്കാരിയോട്ടും ആണ്. അതിൽ തന്നെ നമ്മൾ ഉൾപ്പെടുന്ന ഹയർ ഓർഗാനിസംസ്, ഹയർ എന്ന് നമ്മൾ വിചാരിക്കുന്ന ഹയർ ഓർഗാനിസംസ് എല്ലാം യൂക്കാരിയോട്ടിക് സെൽ സ്ട്രക്ചർ ഉള്ളവരാണ്. അപ്പം പ്രിമിറ്റീവ് ആയിട്ടുള്ള പ്രോകാരിയോട്ടിക് സെൽസിൽ നിന്നും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, മോർ കോംപ്ലക്സ് ആയിട്ടുള്ള, മോർ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള, പല എക്സ്ട്രീം കണ്ടീഷൻസിനെയും സർവൈവ് ചെയ്യാൻ പറ്റുന്ന യൂക്കാരിയോട്ടിക് സെല്ലുകൾ, വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള പ്രോകാരിയോട്ടിക് സെൽസിൽ നിന്ന് ഈ യൂക്കാരിയോട്ടിക് സെൽസ് ഫോം ചെയ്തതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച എൻഡോസിംബയോസിസ് എന്ന് പറയുന്ന പ്രക്രിയയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. എൻഡോസിംബയോസിസ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് സിംബയോസിസ് ആണ്. നമ്മളിപ്പം പൂവും തേനീച്ചയും തമ്മിലുള്ളത് ഒരു സിംബയോസിസ് ആണെന്ന് പറയും. അതായത് ചെടികളിലെ പൂക്കളിൽ പരാഗണം നടത്തുന്ന തേനീച്ചകള് അവർക്ക് അവരുടെ ഫീഡ് പൂക്കളിൽ നിന്ന് കിട്ടുന്നു, അതേ സമയത്ത് ചെടിക്ക് അതിന്റെ പരാഗണം നടക്കുന്നു. ആ ടൈപ്പ് ഒരു മ്യൂച്വലി ബെനഫിറ്റഡ് ആയിട്ടുള്ള ഒരു തരം സിംബയോസിസ് ആണ്. പക്ഷെ ഇവിടെ ഒരു ഓർഗാനിസം ജീവിക്കുന്നത് മറ്റൊരു ഓർഗാനിസത്തിന്റെ ഉള്ളിലാണ്. ഒന്നുകിൽ അത് ഒരു ഓർഗാനിസത്തിന്റെ സെല്ലിന്റെ തന്നെ അകത്തായിരിക്കും, അല്ലെങ്കിൽ സിംപ്ലി ഓർഗാനിസത്തിന്റെ ഉള്ളിലായിരിക്കും. അപ്പൊ അവിടെ രണ്ട് തരത്തിലുള്ള ഓർഗാനിസം ഇൻവോൾവ് ആണ്. ഒന്നിനെ നമ്മൾ എൻഡോസിംബയോണ്ട് എന്ന് വിളിക്കും, അതായത് ആ ഉള്ളില് ജീവിക്കുന്ന ആ ഓർഗാനിസത്തിനെ എൻഡോസിംബയോണ്ട് എന്നും, അതിനൊരു ഷെൽട്ടർ കൊടുക്കുന്ന ഓർഗാനിസത്തിനെ ഹോസ്റ്റ് എന്നും വിളിക്കും. അപ്പൊ അവിടെ രണ്ട് ടൈപ്പ് സിംബയോസിസ്, എൻഡോസിംബയോസിസ് ഉണ്ട്, ഒബ്ലിഗേറ്റും ഫാക്കൽറ്റേറ്റീവും. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒബ്ലിഗേറ്റ് എൻഡോസിംബയോസിസ് എന്ന് പറയുമ്പോൾ അത് വളരെ സ്ട്രിക്റ്റ് ആണ്. അതായത് ഒന്നില്ലാതെ മറ്റൊന്നിന് വേറൊരു ലൈഫില്ല. അത്രമാത്രം ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള അസോസിയേഷനാണ് ഒബ്ലിഗേറ്റ് സിംബയോസിസ് എന്ന് പറയുന്നത്. ഫാക്കൽറ്റേറ്റീവ് ആകുമ്പോൾ ആ അസോസിയേഷൻ കൊണ്ട് ചിലപ്പോ രണ്ടാളും ബെനിഫിറ്റഡ് ആവുന്നുണ്ടാവാം, പക്ഷേ രണ്ട് കമ്പോണൻസിനും ഒരു ഒരു ഫ്രീ ലൈഫ് പോസിബിൾ ആണ്. ഈ രണ്ട് കമ്പോണൻസ് ഇല്ലെങ്കിലും അവർക്ക് ലൈഫ് പോസിബിൾ ആണ്. അതിനാണ് ഫാക്കൽറ്റേറ്റീവ് എൻഡോസിംബയോസിസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനുള്ള കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് കാണാം. നേച്ചറില് എൻഡോസിംബയോസിസിനുള്ള കുറച്ച് എക്സാമ്പിൾസ്. ഒന്ന്, നമ്മള് ഈ ലെഗ്യുമിനസ് പ്ലാന്റ്സിലൊക്കെ കാണുന്ന റൈസോബിയം ബാക്ടീരിയ ആണ്. ലെഗ്യുമിനസ് പ്ലാന്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് പയറുവർഗത്തിൽപ്പെട്ട ചെടികളാണ്. അത്തരം ചെടികളിൽ നോക്കിയാൽ നമുക്ക്
അവരുടെ റൂട്ട്സിൽ നോഡ്യൂൾസ് പോലെ, ചെറിയ മുഴകൾ പോലെ കാണാൻ പറ്റും. ഇത്തരത്തിലുള്ള മുഴകൾക്കകത്ത് റൈസോബിയം എന്ന് പറയുന്ന ബാക്ടീരിയ റിസൈഡ് ചെയ്യും. ഇവര് അന്തരീക്ഷത്തിലെ നൈട്രജനെ ഫിക്സ് ചെയ്യാൻ പ്ലാന്റ്സിനെ സഹായിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം പ്ലാന്റ്സിന് നേരിട്ട് അറ്റ്മോസ്ഫറിക് നൈട്രജനെ അതായത് അവരുടെ ലൈഫ് ആക്ടിവിറ്റിക്ക് വേണ്ടി അസിമുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. നൈട്രേറ്റ് ആയിട്ടോ അമോണിയ ആയിട്ടോ ഒക്കെ കൺവേർട്ട് ചെയ്താൽ മാത്രമേ ഈ നൈട്രജൻ അസിമുലേഷൻ നടക്കുള്ളൂ, നൈട്രജൻ ഫിക്സേഷൻ നടക്കുള്ളൂ പ്ലാന്റ്സിൽ. അപ്പൊ അതിനെ സഹായിക്കുന്ന ഒരു സിംബയോസിസ് ആണ് റൈസോബിയം ബാക്ടീരിയ. ഈ റൂട്ട്സ് ഗ്രോ ചെയ്യുന്ന സമയത്ത് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് മണ്ണിലുള്ള റൈസോബിയം ബാക്ടീരിയനെ അട്രാക്ട് ചെയ്യും. അങ്ങനെ ഈ റൈസോബിയം ബാക്ടീരിയ റൂട്ട് സെൽസിനകത്ത് കയറി നോഡ്യൂൾ ഫോർമേഷൻ നടത്തും. എന്നിട്ട് ഈ നോഡ്യൂളിനകത്ത് ഇരുന്നുകൊണ്ട് അന്തരീക്ഷത്തിലെ നൈട്രജനെ അമോണിയാക്കി മാറ്റി അത് പ്ലാന്റ്സിന് യൂസ് ചെയ്യുന്ന ഫോമിലാക്കി മാറ്റി കൊടുക്കും. അപ്പോൾ ഇത് അഗ്രികൾച്ചറിലൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. കാരണം നൈട്രജൻ ഫെർട്ടിലൈസേഴ്സിന്റെ ഒക്കെ ഉപയോഗം കുറക്കുന്നതിന് നമ്മൾ ഈ ക്രോപ്പ് റൊട്ടേഷൻ ഒക്കെ ചെയ്യുന്നതൊക്കെ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നതുകൊണ്ട്. മറ്റൊന്ന് അഫിഡ്സ് കാണുന്ന ബച്നറ സ്പീഷീസ് ആണ്. ബച്നറ എന്ന് പറയുന്നത് ഒരു തരം ബാക്ടീരിയ ആണ്. അഫിഡ്സ് എന്ന് പറയുന്നത് ഒരു തരം സാപ്പ് ഫീഡിങ് ഇൻസെക്ട് ആണ്. ഇവര് പ്ലാന്റ്സിന്റെ ഫ്ലോയം സാപ്പ് ആണ് ഫീഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ ഡയറ്റിൽ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് കുറവായിരിക്കും, അവർക്ക് അതിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും. അപ്പൊ ആ ഡെഫിഷ്യൻസി ഇല്ലാതാക്കി കൊടുക്കുന്നത് ഈ അഫിഡ്സിനകത്ത് കാണുന്ന ബച്നറ എന്ന് പറയുന്ന എൻഡോസിംബയോയിഡുകളാണ്. ഇത് അഫിഡിനകത്ത് ബാക്ടീരിയോം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിനകത്ത് ബാക്ടീരിയോസൈറ്റുകൾക്കകത്താണ് ഈ ബാക്ടീരിയകളെ കാണാം. അപ്പോൾ ഇന്റേൺ ഈ ബാക്ടീരിയക്ക് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇന്റേണൽ എൻവയോൺമെന്റും ന്യൂട്രിയൻസും ഒക്കെ ഈ അഫിഡ്സും പ്രൊവൈഡ് ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു ഒബ്ലിഗേറ്റ് എൻഡോസിംബയോസിസ് നിലനിൽക്കുന്നത്. അതുപോലെ കോറൽസ് എന്ന് നമുക്കറിയാം ഒരു അക്വാട്ടിക് എക്കോസിസ്റ്റം ആണ്. കോറൽസ് ആക്ച്വലി ഒരു നിഡേറിയ വിഭാഗത്തിൽ പെടുന്ന ഒരു ഇൻവെർട്ടിബ്രേറ്റ് ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് ആണ്. അപ്പോ നൂറുകണക്കിന് ആയിരക്കണക്കിന് പോളിപ്സ് കൂടി ചേർന്നിട്ടാണ് കോറൽസ് ഫോം ചെയ്യുന്നത്. ഇത് പിന്നീട് കോറൽ റീഫ്സ് ഫോം ചെയ്യും. നമ്മൾ പവിഴക്കുറ്റികൾ എന്നൊക്കെ പറയുന്നില്ലേ. അപ്പൊ ഇത് ആക്ച്വലി നമ്മുടെ ലാൻഡിലെ റെയിൻ ഫോറസ്റ്റിന് സമാനമായ രീതിയിലുള്ള ഒരു എക്കോസിസ്റ്റം ആണ് എന്നാണ് പറയുന്നത്. അത്രമാത്രം ജീവികളെ നിലനിർത്തുകയും സസ്റ്റെയിൻ ചെയ്യുകയും അങ്ങനെ ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ് കോറൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കോറൽസിനകത്ത് കാണുന്ന ആൽഗയാണ് സിംബയോഡിനിയം എന്ന് പറയുന്നത്. ഈ സിംബയോഡിനിയം ബാക്ടീരിയ ഒരു ആൽഗയാണ്. ആൽഗ സെല്ലുലാർ ആയിട്ടുള്ള ആൽഗയാണ്. ഇവര് കോറൽസിന്റെ ഈ പോളിപ്സിനകത്ത് അവരെ എന്ത് ചെയ്യും, സിംബയോഡിനിയം ഫോട്ടോസിന്തസിസിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ബൈ പ്രൊഡക്റ്റ് അത് ഈ കോറൽസ് യൂസ് ചെയ്യും. ഇന്റേൺ സിംബയോഡിനിയത്തിന് ഒരു സ്റ്റേബിൾ എൻവയോൺമെന്റും ഒരു നല്ല ലിവിങ് എൻവയോൺമെന്റും പ്രൊട്ടക്ഷനും ഒക്കെ കൊടുക്കുന്നത് കോറൽസ് ആണ്. അപ്പൊ അത് അത്തരത്തിലുള്ള ഒരു മ്യൂച്വൽ സിംബയോസിസ് ആണ് ഈ കോറൽസിലും കാണുന്നത്. അപ്പം എന്തെങ്കിലും ഒരു എൻവയോൺമെന്റൽ സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത്, അതായത് കടലിനകത്ത് അടിയിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ സീ വാട്ടറിലുള്ള ടെമ്പറേച്ചർ റൈസ് ആവുകയൊക്കെ ചെയ്യുന്ന സമയത്ത്, അതായത് അത് കൂടുതലായും ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഈ ഒരു അസോസിയേഷൻ ഡിറ്റാച്ച് ആവും. കോറൽസിൽ നിന്ന് ആൽഗെ ഡിറ്റാച്ച് ആയി പോവും. ഇത് കോറൽ ബ്ലീച്ചിങ്ങിന് കാരണമാവും. അങ്ങനെ അത് മൊത്തത്തിൽ ഒരു കോറൽ റീഫിന്റെ ആ എക്കോസിസ്റ്റം നശിക്കുന്നതിനും അതുവഴി അത് സപ്പോർട്ട് ചെയ്തിരുന്ന ഇൻവെർട്ടിബ്രേറ്റ് ഗ്രൂപ്പ്സും പ്ലാങ്ടൺസിനെയും
അത്തരത്തിലൊരു വലിയ ജീവശൃംഖലേനെ തന്നെ ഇത് സപ്പോർട്ട് ചെയ്ത് നിലനിർത്തുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു ക്ലൈമറ്റിക് ചേഞ്ച് കൊണ്ട് കോറൽ ബ്ലീച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു എക്കോസിസ്റ്റം നശിക്കുന്നതിന് കാരണമാവും. അതുപോലെ തന്നെ ഈ ആൽഗൽ അസോസിയേഷൻ നമുക്ക് മോളുസ്കുകളിലും കാണാൻ പറ്റും. ഇതൊരു ഈ ചിത്രം കാണിക്കുന്നത് ഒരു ജയന്റ് ക്ലാം ആണ്, അതായത് കക്കകൾ എന്നൊക്കെ പറയാം. അപ്പം ഇതും കോറൽ റീഫായിട്ട് അസോസിയേറ്റ് ചെയ്തൊക്കെ കാണുന്നതാണ്. ഈ സെയിം ഫങ്ഷൻ തന്നെയാണ്. ആൽഗ ഫോട്ടോസിന്തസിസിലൂടെ അതിന്റെ മെറ്റബോളൈറ്റ്സ് ഒക്കെ കൊടുക്കും. ഇന്റേൺ അവർക്കൊരു സ്റ്റേബിൾ എൻവയോൺമെന്റ് ഈ മോളസ്ക് ക്ലാംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. ഊഫിലൈൻ സലമാൻഡർ അത് അഗൈൻ ഒരു യൂണിസെല്ലുലാർ ആൽഗയാണ് സലമാൻഡറിൽ കാണുന്നത്. സലമാൻഡർ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ആംഫിബിയൻസ് ആണ്. കാണാൻ ഒരു ലിസാർഡിനുകളെ പോലെ ഇരിക്കുന്ന ഒരു തരം ജീവജാലമാണ്. അപ്പൊ ഇവരുടെ എംബ്രിയോണിക് സ്റ്റേജ് തൊട്ട് ഇതതിന്റെ ഒരു എംബ്രിയോണിക് സ്റ്റേജ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആൽഗകൾ ഇങ്ങനെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഇങ്ങനെ കാണാം. ഈ എംബ്രിയോണിക് മെംബ്രെയിനിലും ആ എംബ്രിയോണിക് ഫ്ലൂയിഡിനകത്തും അതുപോലെ തന്നെ എംബ്രിയോന്റെ സെല്ലിനകത്തും ഒക്കെ ഈ ഊഫില എന്ന് പറയുന്ന ആൽഗെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് അഗൈൻ ഇതേ ഫങ്ഷൻ ആണ്. ഫോട്ടോസിന്തസിസ് ചെയ്യുന്നതിലൂടെ ഓക്സിജനും ഈ മെറ്റബോളൈറ്റ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യും. ഇന്റേൺ ആൽഗയ്ക്ക് ഒരു ലിവിങ് എൻവയോൺമെന്റ് കിട്ടുന്നത് ഇത്തരത്തിലുള്ള ജീവികളിൽ നിന്നാണ്. അപ്പം ഇങ്ങനെ നാച്ചുറലി ഒക്കർ ചെയ്യുന്ന സിംബയോസിസുകളിൽ നിന്നാണ് ലിൻ മാർഗുലിസ് എൻഡോസിംബയോട്ടിക് തിയറി പ്രൊപ്പോസ് ചെയ്യുന്നത്. ലിൻ മാർഗുലിസ് ഒരു അമേരിക്കൻ എവല്യൂഷണറി ബയോളജിസ്റ്റ് ആണ്. അവര് പബ്ലിഷ് ചെയ്ത ഓൺ ദി ഒറിജിൻ ഓഫ് മൈറ്റോസിൻ സെൽസ് ഒരു 1967 അത് പബ്ലിഷ് ആയത്. ഒരു ഡസനോളം അക്കാഡമിക് ജേർണലുകളിൽ റിജക്റ്റ് ആയിട്ടാണ് ലാസ്റ്റ് ജേർണൽ ഓഫ് തിയററ്റിക്കൽ ബയോളജിയിൽ ഈ പേപ്പർ പബ്ലിഷ് ആവുന്നത്. അപ്പം ലിൻ മാർഗുലിസ് അതിൽ പ്രപ്പോസ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന യൂക്കാരിയോട്ടിക് സെൽ ഓർഗനലൈസ് ആയിട്ടുള്ള മൈറ്റോകോൺട്രിയയും ക്ലോറോപ്ലാസ്റ്റും ഒക്കെ വൺസ് ഒരു ഫ്രീ ലിവിങ് ബാക്ടീരിയ ആയിരുന്നു. അത് എൻഡോസിംബയോസിസ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ ഒരു പ്രൊകാരിയോട്ടില് എൻഗൾട്ട് ആവുകയും അത് ഇന്റഗ്രേറ്റ് ആയി ഈ ഓർഗനലൈസ് ആയിട്ട് മാറുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് ലിൻ മാർഗുലിസ് പ്രപ്പോസ് ചെയ്തത്. ആക്ച്വലി ഇത് പ്രപ്പോസ് ചെയ്യുന്ന ആദ്യത്തെ ആളല്ല ലിൻ മാർഗുലിസ്. പക്ഷെ അതിനെ വളരെയധികം എസ്റ്റാബ്ലിഷ് ചെയ്യും ഒരു ടെസ്റ്റബിൾ ഹൈപ്പോത്തിസിസ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ ഫ്യൂച്ചറിൽ വന്നിട്ടുള്ള സെൽ ബയോളജിസ്റ്റുകൾക്ക് ഒരു ഡയറക്ഷൻ പ്രൊവൈഡ് ചെയ്യുകയും ഇവരുടെ ഒരു കരിയർ ഒരു ലൈഫ് മൊത്തം തന്നെ ഈ ഒരു എൻഡോസിംബയോട്ടിക് തിയറി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ അങ്ങനെ ഒരു പ്രവർത്തനം കാഴ്ചവെച്ച ഒരാളാണ് ലിൻ മാർഗുലിസ്. അപ്പം തുടക്കകാലത്ത് വളരെയധികം ഒപ്പോസിഷൻസ് ആണ് ഇവർക്ക് ഈ തിയറിയിലൂടെ നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഇതൊരു എസ്തെറ്റിക്കലി പ്ലീസിങ് സ്റ്റോറിയാണ്, ഇത് വെറും ഒരു കഥയാണെന്നും ഇതൊരു വിമൻ സയൻസ് ആണെന്നും ഒക്കെ പറഞ്ഞിട്ട് സയന്റിഫിക് കമ്മ്യൂണിറ്റി ഇവരെ കളിയാക്കുവാണ് ഉണ്ടായത് ഈ ഒരു തിയറിയുടെ തുടക്കകാലത്ത്. പക്ഷെ പിന്നീട് മോളിക്കുലാർ ബയോളജിയും മറ്റ് ശാസ്ത്ര മേഖലകളും ഒക്കെ വളർന്നതിനനുസരിച്ച് അതിലൂടെ കണ്ടെത്തിയ പല കാര്യങ്ങളും ഈ ജീൻ സീക്വൻസിങ്ങിലൂടെയും പ്രോട്ടിയോം അനാലിസിസിലൂടെയും ഒക്കെ കണ്ടെത്തിയ കാര്യങ്ങൾ ലിൻ മാർഗുലിസിന്റെ എൻഡോസിംബയോട്ടിക് തിയറിക്ക് എവിഡൻസുകളായിട്ട് ഒരു പ്രൂഫായിട്ട് മാറുകയാണ് ഉണ്ടായത്. നമുക്ക് ലിവിങ് വേൾഡിനെ അതിന്റെ സെല്ലുലാർ സ്ട്രക്ചർ അനുസരിച്ച് ബാക്ടീരിയ, ആർക്കിയ, യൂക്കാരിയോട്ട അങ്ങനെ 3 ഡൊമൈൻസ് ആക്കിയാണ് തിരിച്ചിരിക്കുന്നത്. കറന്റ്ലി ടു ഡൊമൈൻ സിസ്റ്റംസും ഒക്കെ ഉണ്ട്. മോസ്റ്റ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ളത് ഇങ്ങനെ ഒരു സിസ്റ്റം ആണ്. അപ്പോൾ അവിടെ ബാക്ടീരിയയും ആർക്കിയയും
ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്ന് ഡൈവേർജ് ചെയ്ത് വരികയും ആ ആർക്കിയൽ ബ്രാഞ്ചിൽ നിന്ന് പിന്നീട് യൂക്കാരിയോട്സ് ഡെവലപ്പ് ചെയ്ത് വരികയും ചെയ്തു എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന ഇതിന്റെ ഒരു ഒറിജിൻ. അപ്പോൾ എൻഡോസിംബയോട്ടിക് തിയറി പറയുന്നത് ഇതാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു 4.5 ബില്യൺ ഇയേഴ്സ് എഗോ എർത്ത് ഫോം ചെയ്തു. പിന്നീട് ഒരു 3.5 ബില്യൺ ഇയേഴ്സ് ഒക്കെ ആയപ്പോൾ ആദ്യത്തെ പ്രോകാരിയോട്ട് ഫോം ചെയ്തു. ആ പ്രോകാരിയോട്ടിൽ നിന്ന് പല ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പ്രോകാരിയോട്സ് ഉണ്ടാവുകയും അതിലൊരാളാണ് ഫോട്ടോസിന്തസൈസ് ചെയ്യാൻ പറ്റുന്ന ബാക്ടീരിയകൾ. അതിനെ നമ്മൾ സൈനോ ബാക്ടീരിയ എന്ന് പറയും. അപ്പം അത്തരത്തിലുള്ള സൈനോ ബാക്ടീരിയകൾ ഫോം ചെയ്തതോടെ എർത്തിലെ റെഡ്യൂസിങ് എൻവയോൺമെന്റ് മാറിയിട്ട് ഒരു ഓക്സിഡൈസിങ് എൻവയോൺമെന്റ് ആയി. ഗ്രേറ്റ് ഓക്സിഡേഷൻ ഇവന്റ് എന്ന് ഇതിനെ പറയും. അപ്പോൾ ഓക്സിജൻ എക്സസ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഉണ്ടാവുകയും ആ ഒരു ടൈമില് നമ്മളിപ്പോ അസ്യൂം ചെയ്യുന്നത് പ്രോട്ടോ യൂക്കാരിയോട്ട് ആയിട്ടുള്ള അത് എന്താ പറയാ ആ ഒരു കണ്ടീഷനിൽ അഡാപ്റ്റ് ആവാൻ വേണ്ടി ചില മാറ്റങ്ങളൊക്കെ വരുത്തിയ ഒരു പ്രൊകാരിയോട്ടിക് കോശത്തിനെ തന്നെയാണ് നമ്മൾ പ്രോട്ടോ യൂക്കാരിയോട്ട് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലൊരു പ്രോട്ടോ യൂക്കാരിയോട്ടില് ഫസ്റ്റ് ഒരു എൻഡോസിംബയോട്ടിക് ഇവന്റ് നടക്കുന്നു. ഒരു എയറോബിക് ബാക്ടീരിയ, അതായത് ഓക്സിജനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാക്ടീരിയ ഈ പ്രോട്ടോ യൂക്കാരിയോട്ടിൽ എൻഗൾഫ്ഡ് ആവുകയും അത് പിന്നീട് ഇന്റഗ്രേറ്റ് ചെയ്ത് അതൊരു ഇവല്യൂഷണറി ടൈം പീരീഡിലാണ് നടക്കുന്നത്. അത് ഒരു മൈറ്റോകോൺട്രിയ ആയിട്ട് മാറുകയും ചെയ്തു. പിന്നീട് ഈ മൈറ്റോകോൺട്രിയ ഒരുപക്ഷെ ഈ ഒരു മൈറ്റോകോൺട്രിയേറ്റ് ആയിട്ടുള്ള സെല്ലിന് ഒരു സെലക്റ്റീവ് അഡ്വാൻറ്റേജുകൾ കിട്ടിയിട്ടുണ്ടാവാം. അങ്ങനെ മൈറ്റോകോൺട്രിയേറ്റ് ആയിട്ടുള്ള ഒരു യൂക്കാരിയോട്ടില് രണ്ടാമതൊരു എൻഡോസിംബയോട്ടിക് ഇവന്റ്, അത് ഈ യൂക്കാരിയോട്ടിന്റെ തന്നെ വേറൊരു ലീനിയേജിലാണ് ഒരു എൻഡോസിംബയോട്ടിക് ഇവന്റ് നടക്കുന്നത്. അത് ഫോട്ടോസിന്തസിസ് ആയിട്ടുള്ള സൈനോ ബാക്ടീരിയ ഇതുപോലെ എൻഗൾഫ്ഡ് ആവുകയും അത് പിന്നീട് ക്ലോറോപ്ലാസ്റ്റ് ആയിട്ട് മാറുകയും ചെയ്തു. അങ്ങനെ ക്ലോറോപ്ലാസ്റ്റും മൈറ്റോകോൺട്രിയയും കണ്ടെയ്ൻ ചെയ്യുന്ന യൂക്കാരിയോട്ടിക് സെൽസ് പിന്നീട് എല്ലാ മോഡേൺ ഫോട്ടോസിന്തറ്റിക് യൂക്കാരിയോട്ടിന്റെയും ആൻസിസ്റ്റർ ആവുകയും ചെയ്തു. അപ്പോൾ എൻഡോസിംബയോട്ടിക് തിയറിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസസ് നമുക്ക് കാണാം. ഒന്ന്, ഈ സ്ട്രക്ചേഴ്സ് ക്ലോറോപ്ലാസ്റ്റ് ആയാലും മൈറ്റോകോൺട്രിയ ആയാലും ഡബിൾ മെംബ്രെയിനസ് ആണ്. രണ്ട് മെംബ്രെയിൻസ് ഉണ്ട്. സാധാരണ ഒരു ബാക്ടീരിയക്ക് ഒരു മെംബ്രെയിൻ ആണ് ഉണ്ടാവുക. അപ്പോൾ അത്തരത്തിൽ ഒരു മെംബ്രെയിൻ ഉള്ള ഒരു ബാക്ടീരിയ എൻഗൾഫ്ഡ് ആയി ആ ഒരു മെംബ്രെയിനും പ്ലസ് ആ ഹോസ്റ്റ് ഈ എൻഡോസിംബിയോസിസ് സമയത്ത് ഹോസ്റ്റിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു മെംബ്രെയിനും കൂടി, അങ്ങനെ രണ്ട് മെംബ്രെയിൻ ഉള്ള സ്ട്രക്ചേഴ്സ് ആണ് ഈ മൈറ്റോകോൺട്രിയയും ക്ലോറോപ്ലാസ്റ്റും. അതുപോലെ ഓർഗനലെ DNA, ഈ രണ്ട് ഓർഗനലേസിനും ഓർഗനലെ DNA ഉണ്ട് പ്രത്യേകമായിട്ട്. ന്യൂക്ലിയർ DNA, ഒരു സെല്ലിനകത്ത് ന്യൂക്ലിയർ DNA ഉണ്ട്, പ്ലസ് ഈ ഓർഗനലേസിന് സ്പെസിഫിക് ആയിട്ട് DNA ഉണ്ട്. അതുപോലെ തന്നെ സ്പെസിഫിക് ആയിട്ട് റൈബോസോംസും ഉണ്ട്. അതായത് DNA യിൽ നിന്ന് ട്രാൻസ്ലേഷൻ നടന്ന് mRNA ഉണ്ടായി പ്രോട്ടീൻ ഉണ്ടാക്കാനും ഒക്കെയുള്ള കഴിവ് ഈ ഒരു ഓർഗനലേക്ക് ഉണ്ടായിരുന്നു. അതുപോലെ ഓർഗനലെ റീപ്രൊഡക്ഷൻ, ഈ മൈറ്റോകോൺട്രിയയും ക്ലോറോപ്ലാസ്റ്റും ഒക്കെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ബാക്ടീരിയ ഒക്കെ ചെയ്യുന്നത് പോലെ ബൈനറി ഫിഷനിലൂടെയാണ്. പിന്നെ ഇത് നമുക്ക് റീസെന്റ് ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ്. 2017 ഒരു ഹൈഡ്രോ തെർമൽ വെന്റിൽ നിന്നാണ് ഈ ഒരു അസ്ഗാർഡ് ആർക്കിയേനെ ഡിസ്കവർ ചെയ്തിട്ടുള്ളത്. അപ്പം ഇതൊരു ആർക്കി ബാക്ടീരിയ ആണ്. ആർക്കി ബാക്ടീരിയ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ലിവിങ് ഫോസിൽസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ജീവജാലങ്ങളാണ്. എന്ന് വെച്ചാല് ഒരു ആൻഷ്യന്റ് പീരീഡിൽ ഒറിജിനേറ്റ് ചെയ്യുകയും ഇന്നും നിലനിൽക്കുകയും അതായത് കാര്യമായ മാറ്റങ്ങളില്ലാതെ ഇന്നും നിലനിൽക്കുകയും ചെയ്യുന്ന
ഒരു ജീവജാലമാണ് ഈ ആർക്കി ബാക്ടീരിയകൾ എന്ന് പറയുന്നത്. അതുപോലെ എക്സ്ട്രീം എൻവയോൺമെന്റൽ കണ്ടീഷൻസിലാണ് ഇവർ കാണുക ചെയ്യുക. എക്സ്ട്രീം ആസിഡിക് ആയിട്ടുള്ള എക്സ്ട്രീം ടെമ്പറേച്ചർ ഉള്ള ഇത്തരം എൻവയോൺമെന്റ്സിലാണ് ഇത് കാണുന്നത്. അപ്പൊ ഇന്ന് കിട്ടിയിട്ടുള്ളത് അത്തരത്തിലൊരു എൻവയോൺമെന്റിലാണ്. ഹൈഡ്രോതെർമൽ വെന്റ്സ് എന്ന് പറയുന്നത് ഓഷ്യന്റെ ഫ്ലോറിലുള്ള എന്താ ഈ വോൾക്കാനിക് ഇറപ്ഷൻസ് ഒക്കെ നടക്കുന്ന സ്ഥലമുണ്ടല്ലോ, വളരെയധികം ടെമ്പറേച്ചർ കൂടുതലുള്ള അത്തരത്തിലുള്ള സ്ഥലത്തുള്ള സാമ്പിളിൽ നിന്നാണ് ഈ ആസ്കാർഡ് ആർക്കിയെ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് മെറ്റാജിനോമിക് അനാലിസിസുകൾ നടത്തിയപ്പോൾ ഇതിൽ നിന്ന് യൂകാരിയോട്ടിക് സിഗ്നേച്ചർ ജീൻസ് കണ്ടെത്താൻ പറ്റി. അതായത് നമ്മൾ അന്ന് വരെ വിചാരിച്ചിരുന്ന യൂകാരിയോട്ടിക്കിന് സ്പെസിഫിക് ആയിട്ടുള്ള ജീൻസ് നമുക്ക് ഈ ആർക്കി ബാക്ടീരിയയിൽ കണ്ടെത്താൻ പറ്റി. അതിനനുസരിച്ചുള്ള പ്രോട്ടീൻസിനെ കണ്ടെത്താൻ പറ്റി. അപ്പോ നമ്മുടെ ഇന്നത്തെ അറിവനുസരിച്ച് ഇത്തരത്തിലൊരു അസ്കാർഡ് ഗ്രൂപ്പിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആർക്കി ബാക്ടീരിയ ആയിരിക്കണം നമ്മുടെ യൂകാരിയോട്ടുകളുടെ ഒരു പൊതുപൂർവികൻ എന്ന് നമ്മളിപ്പോ വിചാരിക്കുകയാണ്. മാത്രമല്ല ഈ ഒരു ടെൻഡക്കിൾസ് പോലത്തെ സ്ട്രക്ചേഴ്സ് ഉണ്ടല്ലോ ഈ സെല്ലില് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, അതായിരിക്കണം ഈ ഒരു എൻഡോസിംബയോസിസിനെ, അത് ഒരു ഫാഗോസൈറ്റോസിസ് പോലെ അങ്ങനെ എൻഗൾഫ് ചെയ്യാൻ സഹായിച്ചത് ഇത്തരത്തിലുള്ള ടെൻഡക്കിൾസ് ആയിരിക്കണം എന്നും നമ്മൾ അസ്യൂം ചെയ്യാണ്. അതായത് തുടക്കത്തില് പ്രൊകാരിയോട്ട് സെല്ലുകൾ ഫാഗോസൈറ്റോസിസ് ചെയ്തിട്ടാണ് ഇങ്ങനെ എൻഡോസിംബയോണ്ടുകളെ ഫാഗോസൈറ്റോസിസ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ പ്രൊകാരിയോട്ടിക് സെൽസുകൾക്ക് അതിനുള്ള കഴിവില്ല എന്നുള്ളത് അതിനൊരു ഒപ്പോസിഷൻ ആയിരുന്നു. അപ്പോൾ ഒരു സ്ട്രക്ചർ ആകുമ്പോൾ കൂടുതൽ ഒരു എവിഡൻസ് ആയിട്ട് വരികയാണ്. ഹൊറിസോണ്ടൽ ജീൻ ട്രാൻസ്ഫർ. ഈ ഒരു എൻഡോസിംബയോസിസ് നടന്ന് അത് ഓർഗനലെ ആയിട്ട് ഫോം ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഹൊറിസോണ്ടൽ ജീൻ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. നോർമലി നമുക്കറിയാം, നോർമലി ഉള്ള ജീൻ ട്രാൻസ്ഫർ പാരന്റ് ടു ഓഫ്സ്പ്രിങ് ആണ് നടക്കുക. അപ്പൊ അതിനെ നമ്മൾ വെർട്ടിക്കൽ ജീൻ ട്രാൻസ്ഫർ അല്ലെങ്കിൽ വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ എന്ന് പറയും. അപ്പോൾ അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് ഹൊറിസോണ്ടൽ ജീൻ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ ബിറ്റ്വീൻ ഓർഗാനിസംസ് നടക്കുന്ന ജീൻ ട്രാൻസ്ഫറിനെയാണ് ഹൊറിസോണ്ടൽ ജീൻ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എൻഡോസിംബയോസിസ് പ്രോസസ്സിൽ എൻഡോസിംബയോണ്ടിൽ നിന്ന് ജീൻസ് ഹോസ്റ്റിന്റെ ന്യൂക്ലിയസിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അങ്ങനെ മാക്സിമം ജീനുകൾ ഹോസ്റ്റിന്റെ ജീനിലേക്ക് ട്രാൻസ്ഫർ ആവുകയും ഈ എൻഡോസിംബയോണ്ടിന്റെ ജീനോം മാക്സിമം റെഡ്യൂസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതൊരു കാരണമാണ്, അത് ഒരു ഒബ്ലിഗേറ്റ് സിംബയോസിസിലേക്ക് നയിച്ചു. കാരണം അതിന്റെ ലൈഫ് സിസ്റ്റം നിലനിർത്താനുള്ള ജീനുകൾ പോലും ഹോസ്റ്റിന്റെ സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ഫർ ആയപ്പോൾ അവിടെ ഹോസ്റ്റിന്റെ സിസ്റ്റത്തിനോട് വളരെയധികം ഡിപ്പെൻഡഡ് ആയി അതിന് പുറത്തൊരു ജീവിതം സാധ്യമല്ലാത്ത രീതിയിലേക്ക് എൻഡോസിംബയോണ്ട് മാറുകയാണ്. അപ്പൊ അതൊരു ഒബ്ലിഗേറ്റ് സിംബയോസിസിലേക്ക് നടക്കുകയും അത് ഗ്രാജുവലി ഒരു ഓർഗനലെ ഡെവലപ്മെന്റിലേക്ക് ലീഡ് ചെയ്യുകയാണ് ചെയ്തതെന്നാണ് നമ്മൾ കരുതുന്നത്. മാത്രമല്ല ഈ ഹൊറിസോണ്ടൽ ജീൻ ട്രാൻസ്ഫർ നമുക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നത് നമ്മൾ ഇപ്പൊ പറഞ്ഞ പോലെ പല ഇൻസെക്ട്സിലും ഈ പലതരത്തിലുള്ള എൻഡോസിംബയോൺസ് ഉണ്ട്. അപ്പോൾ ഈ എൻഡോസിംബയോൺസ് നിന്നൊക്കെ ഈ ബാക്ടീരിയകളിൽ നിന്നൊക്കെ പലതരത്തിലുള്ള ജീൻസ് ഇൻസെക്റ്റിന്റെ ജീനോമിലേക്ക് ഇന്റഗ്രേറ്റ് ആവുകയും അതൊരു അഡാപ്റ്റീവ് ഒരു സെലക്റ്റീവ് അഡ്വാൻറ്റേജ് ഈ ഇൻസെക്ട് ഹോസ്റ്റിന് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തതായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പം എന്തെങ്കിലും ഒരു അമിനോ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻസ്, അത്തരത്തില് ഒരു ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ജീൻസ് ബാക്ടീരിയയിൽ നിന്നും ഇൻസെക്റ്റിന്റെ ഒക്കെ ജീനോമിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളതായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അവർക്കൊരു അഡാപ്റ്റീവ് ഒരു ഇവല്യൂഷനിലേക്ക് അത് നയിക്കുന്നുണ്ട്.
അടുത്തത് നമുക്ക് പറയാനുള്ളത് ഇതിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. മെഡിസിനിലും ബയോടെക്നോളജിയിലും ഒക്കെയുള്ള ആപ്ലിക്കേഷൻസ് ഓൾറെഡി പല സിംബയോൺസിന് ഉപയോഗിച്ചിട്ടുള്ള പലതരം ആപ്ലിക്കേഷൻസും നടത്തി വരികയാണ്. അതൊന്ന് ഡിസീസ് ട്രീറ്റ്മെന്റ്സിലും അതിന്റെ പ്രിവെൻഷനിലും ഒക്കെയാണ്. ഒന്ന് ഈ ടാർഗറ്റിംഗ് ഫൈലേറിയൽ നെമറ്റോഡ്സ്. ഈ ഫൈലേറിയൽ നെമറ്റോഡ്സ് എന്ന് പറയുന്നത് നമ്മള് എന്താ ഈ എലിഫന്റിയാസിസ് ഒക്കെ ഉണ്ടാക്കുന്ന നെമറ്റോഡുകളാണ്. ഒരു തരം വിരകളാണ്, റൗണ്ട് വേംസ് ആണ്. അപ്പം ഇതിനകത്ത് വോൾബാക്കിയ എന്ന് പറയുന്ന എൻഡോസിംബയോണ്ട് ഒബ്ലിഗേറ്റ് ആണ്. ഒബ്ലിഗേറ്റ് എൻഡോസിംബയോണ്ട് ആയിട്ട് വോൾബാക്കിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്. അപ്പം ആക്ച്വലി ഫൈലേറിയൽ ഈ വേമിനെ ടാർഗറ്റ് ചെയ്യുന്നതിന് പകരം ഇതിനകത്തുള്ള ബാക്ടീരിയനെ ടാർഗറ്റ് ചെയ്യുക. എന്തെങ്കിലും ആന്റിബയോട്ടിക്കുകളൊക്കെ വെച്ച് ബാക്ടീരിയനെ ടാർഗറ്റ് ചെയ്യുന്ന കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഡിസീസ് ട്രീറ്റ്മെന്റ് ആയിട്ട് അത് മാറുന്നുണ്ട്. അതുപോലെ മൊസ്കിറ്റോ ബോൺ ഡിസീസ്, ഫൈലേറിയസ് ഒക്കെ മൊസ്കിറ്റോ ബോൺ ആണ്. മൊസ്കിറ്റോ ബോൺ ഡിസീസിനെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എഗെയിൻ വോൾബാക്കിയ തന്നെ, വോൾബാക്കിയ പോലത്തെ അത് പല എൻഡോസിംബയോണ്ടുകളുണ്ട്. കാർഡീനിയം, സ്പൈറോപ്ലാസ്മ, റിക്കറ്റ്സിയ എന്നൊക്കെ പറഞ്ഞ് ഇത്തരത്തിലുള്ള പല ഫാക്കൽറ്റേറ്റീവ് എൻഡോസിംബയോൺസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇവര് ഹോസ്റ്റിന്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ മാനിപ്പുലേറ്റ് ചെയ്യും. ചിലപ്പോൾ സൈറ്റോപ്ലാസ്മിക് ഇൻകോമ്പാറ്റിബിലിറ്റി ഉണ്ടാക്കുക, ഫെമിനൈസ് ചെയ്യുക, മെയിൽ കില്ലിംഗ് നടത്തുക, പാർത്തനോജനസിസ് ഇൻഡ്യൂസ് ചെയ്യുക. അത്തരത്തിലുള്ള റീപ്രൊഡക്റ്റീവ് മാനിപ്പുലേഷൻസ് ഇവരുടെ ഹോസ്റ്റിൽ നടത്തും. അപ്പോൾ ഇവിടെ മൊസ്കിറ്റോസിനെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ വൈൽഡ് മൊസ്കിറ്റോ പോപ്പുലേഷനിലേക്ക് നമ്മൾ ഒരു ഇങ്ങനെ ഒരു ഇൻകോമ്പാറ്റിബിലിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയൽ സ്ട്രെയിനിനെ ഒരു മൊസ്കിറ്റോയിലേക്ക് കൊടുക്കുകയും ആ മൊസ്കിറ്റോനെ ഒരു മെയിൽ മൊസ്കിറ്റോ ആയിരിക്കണം. അപ്പോൾ മെയിൽ മൊസ്കിറ്റോനെ നാച്ചുറൽ പോപ്പുലേഷനിലേക്ക് വിടുകയും ചെയ്യാം. അപ്പം ഈ ഇൻകോമ്പാറ്റിബിൾ ആയിട്ടുള്ള വോൾബാക്കിയ ഉള്ള മെയില് ഏതൊരു ഫീമെയിലുമായിട്ടും മെയ്റ്റ് ചെയ്യുന്ന സമയത്ത് അതേ ബാക്ടീരിയ, അതേ സ്ട്രെയിനിലുള്ള ബാക്ടീരിയ ആ പെർട്ടിക്കുലർ ഫീമെയിലിന് ഇല്ലെങ്കിൽ ഇവരെ മേറ്റിംഗ് നടന്നുണ്ടാവുന്ന പ്രോജനീസ് വയബിൾ ആയിരിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ മോസ്കിറ്റോ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. മോസ്കിറ്റോസ് മാത്രമല്ല അഗ്രികൾച്ചറൽ പെസ്റ്റിനെയും ഒക്കെ ഈ രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ അപ്പിക്കോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഈ മലേറിയൽ പാരസൈറ്റുകൾ ഉണ്ടല്ലോ, പ്ലാസ്മോഡിയം, അതൊരു പ്രൊട്ടിസ്റ്റയാണ്, പ്രൊട്ടിസ്റ്റ ഗ്രൂപ്പിൽ വരുന്ന ഒരു ജീവിയാണ്. അപ്പം അവിടെ ക്ലോറോപ്ലാസ്റ്റിൽ നിന്ന് ഡിറൈവ് ആയിട്ടുള്ള അപ്പിക്കോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഇവരുടെ സെല്ലിനകത്തുണ്ട്, ഈ മലേറിയൽ പാരസൈറ്റിന്റെ. അപ്പോൾ നമ്മൾ നെമറ്റോഡ്സ് ചെയ്ത പോലെ തന്നെ ഈ അപ്പിക്കോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയൽ ഡിറൈവ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനലയാണ്. അത് ഈ മലേറിയൽ പാരസൈറ്റിന് വളരെ ഒബ്ലിഗേറ്റ് ആയിട്ട് ഉള്ള ഒരു അസോസിയേഷനുമാണ്. അപ്പോൾ അതിനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള മെഡിസിൻസ്, ഒരു ടാർഗറ്റ് തെറാപ്പി, ഇത് ടാർഗറ്റ് ചെയ്തിട്ടുള്ള തെറാപ്പി കൊടുക്കുമ്പോൾ ഈ മലേറിയൽ പാരസൈറ്റ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനിയുള്ളത് ഈ എൻഡോസിംബയോൺസിനെ എഞ്ചിനീയർഡ് ചെയ്തിട്ട്, അതായത് ബയോടെക്നോളജിക്കലി ജീൻ മാനിപ്പുലേഷൻ ഒക്കെ നടത്തി എൻഡോസിംബയോണ്ടുകളായിട്ടുള്ള ബാക്ടീരിയകളെയോ യൂണിസെല്ലുലാർ ഓർഗാനിസങ്ങളെയോ ഒക്കെ എന്ത് ചെയ്യാം, ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഫേവറബിൾ ആയിട്ടുള്ള ഹോസ്റ്റുകളിലേക്ക് കൊടുത്ത് നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള എഫക്ട്സ് ഓർ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതിലൂടെ നമുക്ക് സെല്ലുലാർ കൺട്രോൾ ഉണ്ടാക്കാൻ പറ്റും, ടിഷ്യൂ റീജനറേഷന് സഹായിക്കും, ഇമ്മ്യൂൺ സിസ്റ്റം മോഡുലേഷന് സഹായിക്കും, ഡ്രഗ് ഡെലിവറിക്ക് സഹായിക്കും, നോവലായിട്ടുള്ള പുതിയ ഓർഗനലെ ഫോം ചെയ്യാൻ തന്നെ പറ്റും എന്നാണ് പറയുന്നത്. ഈ കഴിഞ്ഞ 2020 ഒരു സിന്തറ്റിക് ക്ലോറോപ്ലാസ്റ്റ് സയന്റിസ്റ്റുകൾ ലാബിൽ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ യുക്കാരിയോട്ടിക് ആയിട്ടുള്ള ഈസ്റ്റുകൾ എന്ന് പറയുന്നത് സിംപ്ലസ്റ്റ് യുക്കാരിയോട്സ് ആണ്. അപ്പൊ യുക്കാരിയോട്സിൽ ഫോട്ടോസിന്തസൈസ് ചെയ്യുന്ന സൈനോ ബാക്ടീരിയനെ
ജനറ്റിക്കൽ എഞ്ചിനീയറിംഗിനൊക്കെ വിധേയമാക്കി അതിനെ ഈ ഈസ്റ്റ് സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അത് സക്സസ്ഫുൾ ആയിരുന്നു. അതൊരു സിന്തറ്റിക് ക്ലോറോപ്ലാസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ ന്യൂട്രിയന്റ് പ്രൊവിഷൻ, നമ്മൾ നേരത്തെ കണ്ട ചില ഇൻസെക്റ്റിലൊക്കെ ന്യൂട്രിയന്റ് പ്രൊവിഷന് ഈ ബാക്ടീരിയകൾ സഹായിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ നമ്മൾ ഡിസൈർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഈ എഞ്ചിനീയറിംഗിലൂടെ എൻഡോസിംബയോട്ടുകളെ എഞ്ചിനീയർ ചെയ്യുന്നതിലൂടെ മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് വേണ്ട രീതി നമ്മൾ ഫേവർ ചെയ്യുന്ന രീതിയിലുള്ള എൻസൈംസോ മെറ്റബോളൈറ്റ്സോ അങ്ങനെ ഉള്ള മെറ്റീരിയൽസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ബയോ റെമഡിയേഷൻ, അതായത് പൊല്യൂഷൻ കൺട്രോളിനൊക്കെ വേണ്ടിയിട്ട് ബാക്ടീരിയകളെ എഞ്ചിനീയർ ചെയ്ത് മാറ്റാൻ പറ്റും. ബയോ ഫ്യൂവൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പ്ലാന്റ് മെറ്റീരിയൽസിൽ നിന്നോ ഓർഗാനിക് മാസിൽ നിന്നോ ഒക്കെ ഫ്യൂവൽസ് ഫോം ചെയ്യുന്ന രീതിയിലേക്ക് ബാക്ടീരിയകളെ എഞ്ചിനീയർ ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ മാറ്റാൻ പറ്റും. അപ്പോൾ ഇതിൽ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നതും കൂടുതലും ഇനി ഡെവലപ്പ് ചെയ്യാനുള്ളതും അല്ലെങ്കിൽ റിസർച്ച് ഓൺഗോയിങ് ആയിട്ടുള്ള പല സംഗതികളാണ്. അതായത് ഇതില് പ്രോസും കോൺസും ഉണ്ടായിരിക്കും. അതിൽ ചിലപ്പോൾ അത് നടത്തിയെടുക്കാൻ ഒരുപാട് ചിലപ്പോൾ ബുദ്ധിമുട്ടുകളും അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഒരു ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള നമ്മൾ ഡിസൈറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസീസ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒക്കെ വെറൈറ്റികൾ നമ്മൾ ബയോടെക്നോളജിയിലൂടെ ഉണ്ടാക്കിയതുപോലെ എൻഡോസിംബയോട്ടിക് പ്രോസസ്സുകളും സിസ്റ്റംസും ഉപയോഗിച്ചിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ലിൻ മാർഗിലിസിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് അവര് ഈ ഡാർവിനിസത്തിൽ ഉറച്ചു നിൽക്കുകയും എന്നാൽ നിയോ ഡാർവിനിസത്തിന്റെ ഐഡിയകളോട് എതിർപ്പ് കാണിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. അവര് മുന്നോട്ട് വെച്ചെന്ന് പറയുന്നത് കോമ്പറ്റീഷനേക്കാൾ ഉപരി നമ്മള് ഡാർവിനിസത്ത് പറയുന്നത് ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസിന് വേണ്ടിയുള്ള കോമ്പറ്റീഷനും അതുവഴി കൂടുതൽ മെച്ചപ്പെട്ട ഇതുള്ള ആൾക്കാർ സക്സസ് ആവുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ ബേസിൽ നിൽക്കുകയും എന്നാൽ ഇത്തരത്തിലുള്ള കോപ്പറേഷൻ, ഒരു സഹവർത്തിത്വത്തിൽ കൂടിയാണ് നമ്മുടെ ഇവല്യൂഷൻ നടന്നിട്ടുള്ളതും ഈ ഒരു യൂക്കാരിയോട്ടുകളുടെ ഡൈവേഴ്സിഫിക്കേഷൻ മൊത്തത്തിൽ ഇന്ന് വളരെ ഫ്ലറിഷായി നിൽക്കുന്നതും എന്നാണ് ലിൻ മാർഗിലിസ് പറയുന്നത്. അത് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ആലോചിക്കാൻ പറ്റുന്നത് നമ്മൾ ആരും ഒറ്റയ്ക്കല്ല, എന്ത് തന്നെയായാലും കുറച്ച് മൈക്രോബ്സ് എങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ഞാനിവിടെ നിർത്താണ്. ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കേട്ടോ.